ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അതെ, ഞങ്ങൾ നിക്കാഹ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുതുപെണ്ണിനെ ഒന്ന് വീട്ടിലേക്ക് സൽക്കരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ആ സൽക്കാര വിശേഷങ്ങളാണ്. അപ്പോൾ അതെ, ഞങ്ങളവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതെ, നമ്മൾ അടുക്കളയിലേക്ക് നോക്കാം, എന്തൊക്കെയാണ് ഇന്ന് വിഭവങ്ങൾ നോക്കാം. അപ്പോൾ ചിക്കൻ ഉണ്ട്, ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ബീഫ് വരട്ടാണ്. അപ്പോൾ ഇത് ചിക്കന് എല്ലാ മസാല ഒക്കെ കുഴച്ച് നല്ല പാകമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം മസാല പിടിപ്പിച്ചാൽ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ പാസ്തക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാസ്ത ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് നമ്മുടെ പച്ച ചിക്കൻ, അതായത് നമ്മുടെ മല്ലിയിലയും കാപ്സിക്കം എല്ലാം കൂട്ടിയിട്ട് കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ ഞാൻ ഈ വിഭവം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ കൂടെ കൂടി അവരുണ്ടാക്കുന്നതാണ്, ഞാനാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ഫ്രൂട്ട്സ്, അതുപോലെ പിന്നെ വീട്ടിൽ ഫങ്ഷനായാൽ പിന്നെ ബ്രദറും സിസ്റ്ററുടെ മകനും എല്ലാവരും കിച്ചണിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിത് സ്പെഷ്യലായിട്ട് ഒരു പൈനാപ്പിൾ സലാഡാണ് ഈ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സലാഡ്. ഇതിൽ മല്ലിയില ഉണ്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ലെമണ്, എരിവും മധുരവും എല്ലാം കൂടിയിട്ടുള്ള മിക്സായിട്ടുള്ള ഒരു സലാഡായിരുന്നു. കുറച്ച് തേനും ഞാൻ ഒഴിച്ചിരുന്നു, കുറച്ച് സാൾട്ട് ഇട്ടു. എന്നിട്ട് അതിൽ നല്ലോണം പൈനാപ്പിൾ മിക്സ് ചെയ്തു. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല പുളിയും മധുരവും ഉപ്പെല്ലാം ഉണ്ട്. പിന്നെ അതേ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതേ ഞങ്ങൾ പാസ്തക്ക് വേണ്ടിയുള്ള സാധനങ്ങളാട്ടോ ഈ സെറ്റ് ചെയ്യുന്നത്. വെജിറ്റബിൾ ചിക്കൻ പാസ്ത ആയിരുന്നു. അപ്പം വെജിറ്റബിളൊക്കെ സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ പാസ്ത റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മയനൈസ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ ഇതാ ബീഫ് നല്ലോണം ഒന്ന് വരട്ടിയെടുത്തു. ചിക്കൻ മുളകിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സലാഡ്, ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, ഡിസേർട്ട്സുകളൊക്കെ ഉണ്ട്. ഇത് പുതിയ മുന്തിരിയാണ് കേട്ടോ. ഇത് നല്ല റേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഗ്രീക്കിൻ്റെ മുന്തിരി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതാ സൈഡ് ഡിഷായിട്ട് ഇത് ക്യാരറ്റ് ബോളാണ് കേട്ടോ, അതുണ്ടാക്കി. പിന്നെ സലാഡ്. അങ്ങനെ ഇത്ര വിഭവങ്ങളാണ് കേട്ടോ ഞങ്ങൾ പെണ്ണിനെ വീട്ടിലേക്ക് സൽക്കരിച്ചപ്പോൾ ഉണ്ടാക്കിയത്. അത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്നിവിടെ എന്താണ് എന്താ പറയ്, എന്താണ് പാട്ടാണെന്ന് പറഞ്ഞിനി.